അഗ്രി ലേഡി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വെണ്ട കൃഷിയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. ധാരാളം പോഷകങ്ങൾ അടങ്ങിയ ഒരു പച്ചക്കറിയാണ് വെണ്ട. നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ, നമ്മളെ പോഷകത്തോട്ടത്തിൽ വളർത്തേണ്ട ഒരു പച്ചക്കറി തന്നെയാണ്. ധാരാളം പോഷകങ്ങളുണ്ട്. അതായത് നമ്മുടെ കണ്ണിന് കാഴ്ചശക്തി നൽകുന്ന വൈറ്റമിൻ എ ഉണ്ട്. പിന്നെ നമുക്ക് രോഗപ്രതിരോധ ശേഷി നൽകുന്ന വൈറ്റമിൻ സി ഉണ്ട്. പിന്നെ വൈറ്റമിൻ ബി ഉണ്ട്. പിന്നെ വൈറ്റമിൻ കെ ഉണ്ട്. ഇത് കൂടാതെ പിന്നെ കാൽഷ്യം, നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയൊക്കെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള കാൽഷ്യം ഇതിലുണ്ട്. പിന്നെ അയൺ ഉണ്ട്. പിന്നെ സിങ്ക് ഉണ്ട്, കോപ്പർ ഉണ്ട്. ഇത് കൂടാതെ ധാരാളം നാരുകൾ, ഫൈബേഴ്സ് അടങ്ങിയ ഒരു വെജിറ്റബിളാണ്. അതുകൊണ്ട് നമ്മൾ ദഹനത്തിനൊക്കെ സഹായിക്കുന്ന ഒരു പച്ചക്കറിയാണ്. പിന്നെ ഇതിൽ അയോഡിൻ അടങ്ങിയിട്ടുള്ള ഒരു പച്ചക്കറി കൂടിയാണ്. അതായത് നമ്മൾ തൊണ്ട സംബന്ധമായിട്ടുള്ള പല അസുഖങ്ങൾക്കും അത് നല്ലതാണ്. ഇപ്പോൾ ഈ വെണ്ട കൃഷിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ 3 പ്രാവശ്യമായിട്ട് നമുക്ക് ഒരു വർഷത്തിൽ ഇത് കൃഷി ചെയ്യാൻ സാധിക്കും. നമ്മളെ കേരള കാലാവസ്ഥയിൽ നന്നായിട്ട് വളരുന്ന ഒന്നാണല്ലോ വെണ്ട. അപ്പോൾ ഫെബ്രുവരി, മാർച്ച്, ജൂൺ, ജൂലൈ, ഒക്ടോബർ, നവംബറിലൊക്കെ നമുക്കിത് കൃഷി ചെയ്യാം. അപ്പോൾ വിത്തുകൾ പാകിയിട്ടാണ് നമ്മൾ വെണ്ട കൃഷി ചെയ്യേണ്ടത്. അപ്പോൾ പാകുന്നതിന് മുമ്പ് നമ്മൾ 24 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. എന്നിട്ട് പിന്നെയാണ് നമ്മൾ മണ്ണിൽ വിത്ത് പാവേണ്ടത്. അപ്പോൾ ഒരു 4-5 ദിവസം കഴിഞ്ഞ് അത് മുളച്ച് വരും. ഒരു തയ്യിന് ഒരു 2 കൈപ്പിടി നമ്മൾ ജൈവവളം ആദ്യം ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു 4-5 ഇല പരുവമായാൽ പിന്നെ നമ്മൾ 2 ആഴ്ചയിലൊരിക്കൽ വളം ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ വളം ചെയ്യുമ്പോൾ നമ്മൾ ജൈവവളം നമുക്ക് കൊടുക്കാം, രാസവളം ഇഷ്ടപ്പെടുന്നവർക്ക് അതും കൊടുക്കാം. അപ്പോൾ ജൈവവളം നമ്മൾ കൊടുക്കുമ്പോൾ 2 ആഴ്ചയിലൊരിക്കൽ നമ്മൾ കടലപ്പിണ്ണാക്ക് പൊളിപ്പിച്ചിട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇതിൻ്റെ വളർച്ചയ്ക്ക് വളരെ ത്വരിതഗതിയിലാക്കുന്ന ഒന്നാണ് ഒരു ജൈവവളമാണ്. അപ്പോൾ 1 കിലോ വേപ്പിൻ പിണ്ണാക്ക് നമ്മൾ ഒരു 10 ലിറ്റർ വെള്ളത്തിൽ ഇട്ടിട്ട് ഒരു 3 ദിവസം ആദ്യം ഒന്ന് പൊളിപ്പിച്ചിട്ട് ഒരു 10 ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള കണക്കിൽ നമ്മൾ 1 കിലോ 10 ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള കണക്കിലാണ് നമ്മളിതിന് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതൊരു 2 ആഴ്ച ഇടവിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ല ഗ്രോത്തും കായ്ഫലവും നമുക്ക് കിട്ടുന്നതാണ് വെണ്ട കൃഷിയിൽ. പിന്നെ വെണ്ടയുടെ ഇത് പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ട കീടങ്ങളും രോഗങ്ങളും എന്താണെന്ന് നോക്കാം. അപ്പോൾ കീടങ്ങൾ കായ് തുരക്കുന്ന ഒരു വണ്ടുണ്ട്, അതുപോലെ ഒരു ബീറ്റിലുണ്ട്, ഒരു പുഴുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇലകൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ചുരുട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഇലകളുടെ ഈ ഹരിതകമൊക്കെ തിന്നുന്ന ഒരു പുഴുണ്ട്. പിന്നെ അത് കൂടാതെ ഇലകളിങ്ങനെ തിന്ന് നശിപ്പിച്ചിട്ട് ഓട്ടകളാക്കുന്ന നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ ഒരു പുഴുവിൻ്റെ ശല്യവും ഇതിലുണ്ട്. അതായത് ഇല തീനിപ്പുഴു, അതായത് സ്പോഡോപ്റ്റിറ ലിറ്റ്യൂറ എന്ന് പറയുന്ന അതാണ്. അതിൻ്റെ പുഴുക്കളാണ് ഇലകൾ തിന്ന് നശിപ്പിക്കുക. അതുപോലെ ഇല ചുരുട്ടി പുഴുണ്ട്, ലീഫ് ഫോൾഡർ. അപ്പോൾ ഇതിനെതിരെ നമുക്ക് ബ്യൂവേറിയ ബാസിയാന എന്നുള്ളത് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ നമുക്ക് തളിച്ച് കൊടുത്താൽ മതി. ഇനി അല്ലെങ്കിൽ നമുക്ക് വേപ്പെണ്ണ സോപ്പ് എമൽഷന് തളിച്ച് കൊടുത്താലും മതി. പിന്നെ ഒരു യെല്ലോയിങ് എന്ന് പറഞ്ഞൊരു രോഗമുണ്ട്. ചിലപ്പോഴൊക്കെ കാണാം ഒരു മഞ്ഞ കളറായിട്ട് ഇലകളും കായ്കളൊക്കെ പെട്ടെന്ന് നശിച്ചു പോകുന്നൊരു അസുഖം. പിന്നെ മറ്റൊന്നുള്ളത് നിമാവിര നെമറ്റോഡ്സിൻ്റെ അറ്റാക്കാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ ആ സ്ഥലത്ത് ആര്യവേപ്പിൻ്റെ ഇലകൾ ഒരു 250 ഗ്രാം, അല്ലെങ്കിൽ നമ്മൾ സോഡസ്റ്റ് അറക്കപ്പൊടി ഉണ്ടല്ലോ അത്, അല്ലെങ്കിൽ പാഡി ഹസ്ക് എന്ന് പറഞ്ഞാൽ നെല്ലിൻ്റെ ഉമി, അതൊരു 500 ഗ്രാം എന്നുള്ള തോതിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ നിമറ്റോഡ്, ഈ നിമാവിരകളുടെ അറ്റാക്കിൽ നിന്ന് നമുക്ക് ഇതാക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 2 ആഴ്ചയിലൊരിക്കൽ വളം കൊടുക്കണം. പിന്നെ കളകൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നീക്കം ചെയ്യണം. പിന്നെ നമ്മൾ ഇടയ്ക്ക് നനച്ചു കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഒരുപാട് കായ്കൾ കിട്ടുന്ന ഒരു കായ്ഫലം തരുന്ന ഒരു പച്ചക്കറിയാണ്. ഇപ്പോൾ ഒരു ലീഫ് ഫോൾഡറിൻ്റെ ഒരു ഇതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ പച്ച കളറിലുള്ള ഒരു പുഴുവാണിത്. ഇത് ഇലകളിങ്ങനെ ചുരുട്ടിയിട്ട് ഫോൾഡറാക്കി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഇലകൾ നശിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ എക്സ്ക്രീറ്ററി അതാണ് വിസർജ്യങ്ങളാണിത്. അപ്പോൾ ഇത് നമ്മൾ കൈകൾ കൊണ്ട് തന്നെ പിടിച്ചിട്ട് ആദ്യം മെക്കാനിക്കൽ കൺട്രോൾ നമ്മൾ നശിപ്പിച്ച് കളയണം. ഈ മരുന്നടിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ ആദ്യം നമ്മൾ കളക്ട് ചെയ്തിട്ട്
എടുത്തിട്ട് നശിപ്പിച്ച് കളയണം. പിന്നെയാണ് നമ്മൾ ബിവേറിയ അല്ലെങ്കിൽ വേപ്പെണ്ണ സോപ്പ് സൊല്യൂഷൻ നമ്മൾ തളിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമാണ് വെണ്ട കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. അതുപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കാത്ത ഒരു സ്ഥലം കൂടിയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഇതിൽ ലീഫ് ഹോൾഡറിൻ്റെ അറ്റാക്ക് വല്ലാതെ കൂടുതലായിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പോഡോപ്റ്റിറ, ലിറ്റുറ, ഇലതീനി പുഴുക്കളും പല കൃഷിയിലും പലപ്പോഴായിട്ടാണ് പല കീട അറ്റാക്കുകളും നമ്മൾ കാണുന്നത്. അപ്പോൾ ഏതാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള കൺട്രോൾ മെഷർ അപ്പോൾ തന്നെ നമ്മൾ എടുക്കണം. എന്തായാലും ഇത്രയും പോഷക സമൃദ്ധമായിട്ടുള്ള ഈ വെണ്ട നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്യാൻ ശ്രദ്ധിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.